ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. നാർസിസിസ്റ്റിനെ പറ്റി എത്ര വിവരിച്ചാലും തീരില്ല. കാരണം അത്രത്തോളം തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനയുന്നവരാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾ ഒരുപാട് കണ്ടാലും ഇനിയും ഒരുപാട് പഠിക്കണമെന്ന് തോന്നും. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, നാർസിസിസ്റ്റ് എപ്പോഴും അവർ സമ്മർദ്ദത്തിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവർ കുടുങ്ങുന്ന സമയത്ത് രക്ഷപ്പെടാനുള്ള ചില പിടിവള്ളികൾ ഉപയോഗിക്കും. അത്തരം പിടിവള്ളികളെ പറ്റിയാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർ കല്ല് വെച്ച നുണ പറയും. അതായത് ഏത് കുടുങ്ങിയ സാഹചര്യത്തിലും നുണകൾ പറയും. അത് നട്ടാൽ കുരുക്കാത്ത നുണ എന്നൊക്കെ നമ്മൾ പറയൂലേ, ആ ലെവലിലുള്ള നുണകൾ പറയും. നമ്മൾ തന്നെ അത്ഭുതപ്പെടും, ഇങ്ങനെയൊക്കെ എങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റുന്നു. പക്ഷേ സാധാരണ ഒരാൾക്കോ വിക്ടിമിനോ അത് പറയാൻ സാധിക്കില്ല, അത്തരം നുണകൾ പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? ഈ നുണ പറയുമ്പോൾ നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തും. എന്നാൽ നാർസിസിസ്റ്റിൻ്റെ കീഴിൽ ഒരുപാട് കാലമായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ നുണ പറയാനുള്ള കഴിവ് വന്നെന്ന് വരും. ഇതൊരു കഴിവെന്ന് പറയില്ല, ന്യൂനതയാണ്. നുണ പറയുക എന്നുള്ളത് ഒരിക്കലും ഒരു കഴിവായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല. അതൊരു ന്യൂനത, ഒരു മോശം പ്രവണത തന്നെയാണ്. ഏതുമാവട്ടെ, നട്ടാൽ കുരുക്കാത്ത നുണ പറയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിസാരമാക്കും. എന്ത് നിസാരമാക്കും? ഇവരൊരു തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ, ആ തെറ്റ് കണ്ടുപിടിച്ചു എന്ന് വിചാരിച്ചോ, വിത്ത് എവിഡൻസ്, തെളിവോടുകൂടി കണ്ടുപിടിച്ചു എന്ന് വിചാരിച്ചോ, ആ സമയത്ത് അവരെന്ത് ചെയ്യും? ഉടൻ തന്നെ അവർ അതിനെ നിസ്സാരമാക്കി പറയും. ഞാൻ അങ്ങനെയൊന്നും ചെയ്തല്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല ഞാൻ, അല്ലെങ്കിൽ അതിന് വലിയ കാര്യമാക്കേണ്ട ആവശ്യം എന്താ? അപ്പോൾ ഈ അടുത്ത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു തോന്നുന്നുണ്ട്, ഈ അടുത്ത് ഒരാൾ പറഞ്ഞത്, ഒരു 10-60 വയസ്സുള്ള ഒരാൾ, ഒരുപാട് പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത് പോകുന്ന ഒരാൾ, അങ്ങനെ പോകുന്ന ഒരാളെ ഭാര്യ കണ്ടുപിടിച്ചു, അങ്ങനെ മക്കളൊക്കെ അറിയിച്ചു, വലിയ ഇഷ്യൂ ഉണ്ടാക്കി. അപ്പോൾ അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്നാൽ ഇവൾ ചെയ്ത എത്ര മോശം കാര്യമാണ്, ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ മക്കളോട് പറയാൻ പാടുണ്ടോ? ഒരിക്കലും ശരിയല്ലല്ലോ. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇയാൾ ചെയ്തത് തെറ്റൊന്നുമല്ല, എന്നാൽ മക്കളോട് തൻ്റെ ഭാര്യ പറഞ്ഞതാണ് തെറ്റ്. അതായത് ഇവരുടെ തെറ്റ് എപ്പോഴും നിസ്സാരമായിട്ടാണ് തോന്നാറ്. പറയാറ് മാത്രമല്ല, അവർക്കത് തോന്നുന്നത് നിസ്സാരമായിട്ടാണ്. അതൊന്നും വലിയ സംഗതിയല്ല. ഇവരെന്ത് തോന്നിയാസം ചെയ്താലും നിസ്സാരമായിട്ട് കാണും എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പിടിവള്ളി. ഇനി മൂന്നാമത്തെ ഒരു പിടിവള്ളി എന്ന് പറയുന്നത്, ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിനെ നിസ്സാരമായി കാണും. ആ സമയത്ത് ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഇവർ മറ്റൊരു മായാജാലം അവിടെ നടത്തും. അതായത് വിക്ടിമിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അബദ്ധം ഉണ്ടാവില്ലേ, ആ അബദ്ധത്തെ പർവ്വതീകരിക്കും. പ്രധാനപ്പെട്ട എല്ലാ വിക്ടിമിനും ഉണ്ടാകുന്ന ഒരു അബദ്ധമാണ്, അവർ മുൻകോപം, ദേഷ്യം, ഫ്രസ്ട്രേഷനൊക്കെ കാണിക്കും. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും പറയാം, ഇവൾ ദേഷ്യപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇവളെ ദേഷ്യത്തിൽ ആരെങ്കിലും ഇവളെ കൂടെ നിൽക്കുമോ, അല്ലെങ്കിൽ ഇവൻ്റെ ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞ് ആ ദേഷ്യത്തിനെ ഹൈലൈറ്റ് ചെയ്ത് എല്ലാവർക്കും തോന്നും, ശരിയാണ്, ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരാളെടുത്ത് ഇങ്ങനെയല്ലേ പെരുമാറാൻ പറ്റൂ, അല്ലെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് ആരായാലും ചെയ്തു പോവും എന്ന രീതിയിൽ എല്ലാവരും ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. അതായത് വിക്ടിമിൻ്റെ ചെറിയ തെറ്റുകളെ പർവ്വതീകരിച്ച് പറയും. നേരെ മറിച്ച് ഇവരുടെ തെറ്റുകളെ നിസ്സാരമാക്കി മിനിമൈസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് അടുത്ത പോയിന്റ്. ഇനി നെക്സ്റ്റ് നാലാമത്തെ പിടിവള്ളി എന്ന് പറയുന്നത്, ഇവർ എല്ലാ തെറ്റുകളെയും തമാശയായിട്ടായിരിക്കും അവതരിപ്പിക്കുക. ഉദാഹരണം പറയാം, നമ്മൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അത് ഞാൻ ചെയ്ത് തമാശയായിട്ട് പറഞ്ഞല്ലേ, അല്ല തമാശയായിട്ട് ചെയ്തല്ലേ, അതെന്താ അവൾ മനസ്സിലാക്കാത്തത്? ചിലപ്പോൾ നല്ലവണ്ണം അടിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ തമാശക്കൊന്നിങ്ങനെ അടിച്ചതാണ്, അതവളെങ്ങനെ സീരിയസ് ആക്കുമെന്ന് വിചാരിച്ചോ? മാത്രമല്ല, അങ്ങനെ വേദനിപ്പിക്കാനുള്ള രീതിയിലൊന്നും ഞാൻ അടിച്ചിട്ടില്ല. അതേപോലെ തമാശ പറയും, ബോഡി ഷേമിംഗ് ഒക്കെ ചെയ്യും. സാറേ, ഇവളെൻ്റെ ഭാര്യയല്ലേ, ഇവൻ എൻ്റെ ഭർത്താവല്ലേ, ഇതൊക്കെ ഉൾക്കൊള്ളുമെന്ന് ഞാൻ വിചാരിച്ചു, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അല്ലാതെ സാധാരണ ഒരാളോട്, നമ്മൾ സാധാരണ റോട്ടിൽ പോകുന്ന ഒരാളോടൊക്കെ നമ്മളിങ്ങനെ തമാശ പറയുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെടും, ശരിയല്ലേ, തമാശയായിട്ട് പറഞ്ഞതല്ലേ, അങ്ങനെ എടുത്താൽ പോരെ, ഇതെന്തിനാ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത്? പക്ഷേ ഈ അനുഭവിക്കുന്ന ആൾക്ക് ഇത് തമാശയാണോ കുറ്റപ്പെടുത്തലാണോ എന്നൊക്കെ നന്നായിട്ട് അറിയും. പിന്നീട് ലൈറ്റായിട്ട് അവതരിപ്പിച്ചാലും ഇത് കൊള്ളുന്നവർക്ക് കൊള്ളും. അപ്പോൾ ഈ ചർച്ചയ്ക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ തമാശ പറഞ്ഞത് എന്താ ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്ന് ചിന്തിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള തമാശകൾ നേരിട്ട് കേൾക്കുമ്പോഴായിരിക്കും അറിയാം. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരേ വാക്ക് തന്നെ തമാശയായിട്ടും പറയാം, കൊള്ളിക്കുന്ന രീതിയിലും പറയാം. ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. നിൻ്റെ അമ്മ എന്ന് പറയാം, നിൻ്റെ അമ്മ എന്നും പറയാം, അല്ലെങ്കിൽ നിൻ്റെ അമ്മ എന്നും പറയാം. ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് വ്യത്യസ്തമായ അർത്ഥങ്ങൾ കിട്ടേണ്ടതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു പിടിവള്ളിയാണ്, രോഗം അഭിനയിക്കും. ഒരു രോഗമില്ലെങ്കിലും രോഗമുള്ളതായിട്ട് അഭിനയിക്കും. ചിലപ്പോൾ വെറുതെ പോയിട്ടൊക്കെ അഡ്മിറ്റ് ചെയ്യും.
എന്നിട്ട് വിക്ടിമിന് ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഭക്ഷണം ഇറങ്ങുന്നില്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത അഭിനയിക്കും. പ്രത്യേകിച്ച് ചില ആൾക്കാരൊക്കെ മൂക്ക് മുട്ടെ തിന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പറയാം, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്കാരിൽ സിമ്പതി വർക്കൗട്ട് ചെയ്യും. അങ്ങനെ സിമ്പതി വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യും. അപ്പോൾ ഈ രീതിയിലൊക്കെ പെരുമാറുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് സിമ്പതി വർക്കൗട്ട് ചെയ്യും. അപ്പോൾ അവരെന്ത് ചെയ്യും? വിട്ടുവീഴ്ച ചെയ്യും. ആ വിട്ടുവീഴ്ചയിൽ ഇവർ നുഴഞ്ഞു കയറും. ഇതാണ് എപ്പോഴും സംഭവിക്കുക. അതേപോലെ തന്നെ അടുത്തുപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തന്ത്രമാണ് നന്നായി കരയും. ഗതികെട്ട സമയത്തിൽ കരയും. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വൈഫിന് അസിസ്റ്റാണല്ലോ, ഇതുവരെ കരയുന്നത് കണ്ടിട്ടില്ലല്ലോ. കരയേണ്ട അവസ്ഥ വന്നാൽ കരയും. അതായത് ഒരു രക്ഷയുമില്ല, നിങ്ങൾ അവരെ വിട്ടു പോയി, ഇനി തിരിച്ച് കിട്ടൂല എന്ന് ഉറപ്പായി. എല്ലാ വഴി ഉപയോഗിച്ചു, എല്ലാവരും വെച്ച് ഇടപെട്ടു, എന്നിട്ട് പോലും തിരിച്ച് കിട്ടുന്നില്ല എങ്കിൽ അറ്റക്കൈ അവസാന ശ്രമം എന്ന രീതിയിൽ കരയാനും ഒരു മടി ഉണ്ടാവില്ല. അത് ചിലപ്പോൾ മണിക്കൂറൊക്കെ കരയും, കാല് പിടിച്ച് കരയും, തെറ്റേറ്റ് പറഞ്ഞ് കരയും. ഇതൊക്കെ ചെയ്യും. ഈ തെറ്റേറ്റ് പറയുമ്പോഴും തെറ്റ് മനസ്സിലാക്കി ഉൾക്കൊള്ളൊന്നുമില്ല, തിരുത്തൊന്നുമില്ല. പക്ഷേ തൽക്കാലം കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് തെറ്റേറ്റ് പറഞ്ഞ് കരയും. ഇതാണ് അവർ ഉപയോഗിക്കുന്ന മറ്റൊരു ടെക്നിക്ക്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം തന്നെ ഉപയോഗിക്കുന്ന ഒരു പിടിവള്ളിയാണ് സമ്മാനം കൊടുക്കൽ. സാധാരണ ആൾക്കാർ കൊടുക്കുന്നതിനേക്കാളും സമ്മാനങ്ങൾ കൊടുക്കും. ഈ അടുത്ത് എനിക്ക് കേട്ടൊരു കോമഡി ഉണ്ട്. ഒരു മകൻ ആക്സിഡൻ്റായി കിടക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കിയില്ല പിതാവ്. അങ്ങനെ ആ മകന് പിന്നീട് ജോലി കിട്ടി വിദേശത്തുള്ള ഒരു രാജ്യത്ത് പോയി. അപ്പോൾ ഇയാൾ വേറൊരു വിദേശത്തുള്ള രാജ്യത്താണ് വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയാം, ഇയാൾ UAE-യിലാണ്, മകൻ പോയത് ജർമ്മനിയിലാണ്. അങ്ങനെയുള്ള സമയത്ത് മകന് ഇയാൾ മെസ്സേജ് അയക്കാണ്, മോനെ നീ ഓക്കെ അല്ലേ, റെഡി അല്ലേ, നിനക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് നട്ട്സ് ഫ്രൂട്ട്സൊക്കെ അയക്കാം. അവിടെ അതൊന്നും കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ എല്ലാ രാജ്യത്തും എല്ലാം ഇപ്പോൾ കിട്ടും നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആക്ച്വലി ആക്സിഡൻ്റ് ആയ സമയത്ത് തിരിഞ്ഞു നോക്കാത്ത പിതാവ് പിന്നീട് ഇങ്ങനെയൊക്കെ സമ്മാനം കൊടുക്കുകയാണ്. എന്താ ഉദ്ദേശം? ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് ഇനി വിട്ടു പോകും, മാത്രമല്ല ഇവൻ സ്വന്തം സമ്പാദ്യക്കാവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവൻ്റെ ലോകമാവും. അത് ഇവർ സമ്മതിക്കില്ല. അപ്പോൾ സമ്മാനമൊക്കെ കൊടുത്തിട്ട് കൂടെ നിർത്താനുള്ള തന്ത്രമാണ്. അപ്പോൾ സമ്മാനം കൊടുക്കും. ലവ് ബോംബിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചോദിച്ചാലും കൊടുക്കും. അപ്പോൾ ഇവരൊക്കെ പറയും, ഇതൊന്നും അഭിനയമല്ലപ്പാ, അങ്ങനെ അഭിനയിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ കാര്യലാഭത്തിന് വേണ്ടിയിട്ട് എന്ത് സമ്മാനം കൊടുക്കും. ഇതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് ചിന്തിച്ചാൽ മതി. അയാൾ അല്ലെങ്കിൽ അവൾ അങ്ങനെ സമ്മാനം തന്നതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഇപ്പോൾ നമ്മളുടെ പാർട്ട്ണറിന് അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് സമ്മാനം കൊടുക്കുമ്പോൾ നമ്മളൊന്നും പ്രത്യുപകാരം പ്രതീക്ഷിക്കില്ല. ചിലപ്പോൾ പ്രതീക്ഷിക്കും, എന്നാൽ പ്രതീക്ഷിക്കാതും ഒരുപാട് പ്രാവശ്യം കൊടുക്കും. എന്തുകൊണ്ട്? നമുക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ്. പക്ഷേ ഇവർക്ക് മറ്റൊരാളങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് ഇവരോടാണ് ഇഷ്ടം, ഇവർക്ക് തിരിച്ചു കിട്ടൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ സമ്മാനം കൊടുക്കുമ്പോൾ എന്തെങ്കിലും ലോക്ക് കരുതിയിട്ടുണ്ടാവും. അത് പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി അടുത്തൊരു പിടിവള്ളി എന്ന് പറഞ്ഞാൽ ഇവർ നന്നായിട്ട് സ്നേഹം അഭിനയിക്കും. അതായത് ഉള്ളിൽ ഒട്ടും സ്നേഹം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് മിക്ക വിക്ടിംസും പരാതി പറയുന്നത് വീട്ടിൽ നിന്ന് മൈൻഡ് ചെയ്യില്ല, പക്ഷേ പബ്ലിക്കിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും മുമ്പിൽ കെട്ടിപ്പിടിക്കൽ, പിന്നെ കൈപിടിക്കൽ, ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കൽ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത്ര നല്ലൊരു പാർട്ട്ണർ കിട്ടിയ ഇവൾ അല്ലെങ്കിൽ ഇവൻ എന്ത് ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ് എന്ന് ചിന്തിക്കും. അത്രയധികം സ്നേഹം അഭിനയിച്ചിട്ട് വല്ലാത്തൊരു ലെവലിൽ ഫീൽ ചെയ്യിക്കും. അതേപോലെ അവരുപയോഗിക്കുന്നൊരു പിടിവള്ളിയാണ് മാന്യത അഭിനയിക്കൽ. എല്ലാവരും മുമ്പിൽ മാന്യന്മാരാണല്ലോ, നല്ല മാന്യനായ വ്യക്തിയാണ്. അപ്പം മാന്യനായ ഉണ്ണി എന്നൊക്കെ പറയുന്ന പോലെ അത്ര മാന്യതയുടെ പര്യായമാണ്. പക്ഷെ അവർ കാണിക്കുന്ന ക്രൂരത ആർക്കും തിരിയണമെന്നില്ല. എപ്പോഴും അവരെ പറ്റി പറയുന്നത് സ്ട്രീറ്റ് ഏഞ്ചൽ, ഹൗസ് ഡെവിൾ എന്നാണ്. അതായത് സമൂഹത്തിൻ്റെ മുമ്പിലൊക്കെ ഏഞ്ചലായിരിക്കും, എന്നാൽ വീട്ടിൽ ചെകുത്താനും. അപ്പോൾ അതുപോലുള്ളൊരു പെരുമാറ്റമാണ്. നല്ല രീതിയിൽ മാന്യതയും നല്ല രീതിയിൽ സ്നേഹമൊക്കെ അഭിനയിക്കും. അപ്പം ഞാനിത് പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പിടിവള്ളിയൊക്കെ നിങ്ങളെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള നാർസിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. എന്നിട്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള എവിഡൻസ്, നിർബന്ധമായി വേണ്ടത് എവിഡൻസാണ്. തെളിവുകൾ ഉണ്ടാക്കുക, അതേപോലെ പ്രൊഫഷണൽ ആയ ആൾക്കാരുടെ സഹായം തേടുക. അപ്പോൾ അവർ ഇതിനെങ്ങനെ നേരിടണം എന്ന് ആ വൈദഗ്ധ്യം നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. വീണ്ടും കാണാം. നന്ദി.